കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി LDF-ലെ ഒ സദാശിവൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കണ്ണൂരിൽ UDF-ലെ P ഇന്ദിരയും കൊല്ലത്ത് UDF-ലെ AK ഹഫീസും അധികാരമേറ്റു. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കോഴിക്കോട് കോർപ്പറേഷനിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥി സദാശിവന് 33 വോട്ടുകൾ ലഭിച്ചു. LDF-ന്റെ 2 വോട്ടുകൾ അസാധുവായി. UDF മേയർ സ്ഥാനാർത്ഥി SK അബൂബക്കറിന് 28 വോട്ടാണ് ലഭിച്ചത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ 2ാം ഘട്ട വോട്ടെടുപ്പിലാണ് മേയറെ തെരഞ്ഞെടുത്തത്. 2ാം ഘട്ട വോട്ടെടുപ്പിൽ നിന്നും NDA വിട്ടുനിന്നു. കോഴിക്കോടിനെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുകയാണ് ആദ്യ ദൌത്യമെന്ന് മേയർ ഒ സദാശിവൻ. 56 അംഗങ്ങളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ 36 വോട്ട് UDF സ്ഥാനാർത്ഥിയായ P ഇന്ദിരയ്ക്ക് ലഭിച്ചു. 15 വോട്ടാണ് LDF സ്ഥാനാർത്ഥിയായ VK പ്രകാശിനയ്ക്ക് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥിയായ അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ടുകൾ ലഭിച്ചു. SDPI അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 56 ഡിവിഷനുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDF ആദ്യ റൌണ്ടിൽ 28ഉം 2ാം റൌണ്ടിൽ 27 വോട്ട് നേടിയാണ് മേയർ സ്ഥാനം ഉറപ്പിച്ചത്. ആദ്യ റൌണ്ടിൽ SDPI UDF-ന് പിന്തുണ നൽകിയപ്പോൾ 2ാം റൌണ്ടിൽ SDPI വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. 16 വോട്ടുകളാണ് LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി PJ രാജേന്ദ്രന് ലഭിച്ചത്. ആദ്യ റൌണ്ടിൽ NDA-യുടെ G ഗിരീഷിന് 12 വോട്ടുകൾ ലഭിച്ചെങ്കിലും 2ാം റൌണ്ടിൽ NDA-യും വിട്ടുനിന്നു. തുടർന്ന് UDF മേയർ AK ഹഫീസിന്റെ വിജയം പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കക്ഷി നേതാക്കളെ സംസാരിക്കാൻ സമ്മതിച്ചില്ലെന്നാരോപിച്ച് LDF BJP കൌൺസിൽ അംഗങ്ങളാണ് ഇറങ്ങിപ്പോയത്. റിപ്പോർട്ടർ, കോഴിക്കോട്.